ശരിക്കും പിള്ളേർ ഓൺലൈൻ ക്ലാസ് ചൂസ് ചെയ്യാൻ ആകെ 2 റീസണേ ഉള്ളൂ. ഈ പറയുന്ന മെജോറിറ്റി സ്റ്റുഡൻസും ഓൾറെഡി ഓഫ്ലൈൻ കേട്ട പിള്ളേരാണ്, ഓഫ്ലൈൻ ക്ലാസ് കേട്ട പിള്ളേരാണ്. പിന്നെ എന്തിനാണ് അവർ ഓൺലൈൻ ക്ലാസ് പർച്ചേസ് ചെയ്യുന്നത്? അവർ പർച്ചേസ് ചെയ്യാനുള്ള റീസണ് മെയിൻലി അവർക്ക് ഒരു കോൺസെപ്റ്റ് ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. ഓഫ്ലൈൻ ക്ലാസ് നിന്ന് അവർക്ക് എക്സാം എഴുതാൻ പാകത്തിനേക്ക് അവർ പഠിച്ചിട്ടില്ല. അപ്പോൾ ഒന്നും കൂടി റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, ഓൺലൈൻ ക്ലാസ് ചൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു ടീം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഈ ഓഫ്ലൈൻ ക്ലാസ്സിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഒറ്റ തവണ മാത്രമേ നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. മാത്രമല്ല 9 to 5 ആണ് നമുക്ക് സാധാരണ ഓഫ്ലൈൻ ക്ലാസ് ഉണ്ടാവാറുള്ളത്. ഒരു അറൗണ്ട് 7 to 8 അവേഴ്സ് വരെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല പിള്ളേർക്കും ഈ പറയുന്ന പോലെ പലതും മറന്നു പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഒറ്റ തവണ കേട്ട് ഓക്കെ അല്ല, ഒന്നും കൂടെ കേൾക്കാൻ താല്പര്യമുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണത്തിലേക്കാണ് പിള്ളേർ പൊതുവേ ഓൺലൈൻ ക്ലാസ് ചൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ആ സമയത്ത് വീണ്ടും നമ്മൾ ഒരു 1 ടൈം വ്യൂസ് കൊടുക്കുക, അല്ലെങ്കിൽ 1.8 ടൈംസ് വ്യൂസ്, ഇങ്ങനെയുള്ള ലിമിറ്റേഷനൊക്കെ കൊടുക്കുന്നത് ശരിക്കും അത്ര ശരിയല്ല. ലേൺ വിത്ത് ലുക്മാൻ പർച്ചേസ് ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ എക്സാംസ് വരെ ആ പിള്ളേർക്ക് അൺലിമിറ്റഡ് വ്യൂസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എത്ര തവണ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഒരു മെൻറ്റർ, ഒരു ഫാക്കൽറ്റി ഫുൾ ടൈം അവരെ കൂടുതലുള്ള ഒരു ഫീൽ ആയിരിക്കും നമ്മുടെ സ്റ്റുഡൻസിന് ഉണ്ടാവുക.